ഇന്ന് പുതുതലമുറ കൃഷിയിലേക്ക് കടന്നു വരുന്നില്ല എന്നതും ഒരു ചോദ്യചിഹ്നമാണ്. നമ്മുടെ വരും തലമുറയ്ക്ക് എത്ര കാർഷിക വിളകളെയാവും അറിയാനാവുക? കൃഷി എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കും, എന്നാൽ കാണിച്ചു കൊടുക്കാൻ കൃഷിയില്ലാത്ത അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഉൽപ്പന്നത്തിന് ന്യായമായ വില അത് കിട്ടുന്നില്ല. അതാണ് ഈ മേഖലയ്ക്ക് ആരും വരാത്തതെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കാരണം അധ്വാനിച്ചുണ്ടാക്കിയ സാധനത്തിന് ന്യായമായ വിലയ്ക്ക് ഉപഭോക്താവിനും മതിയായ വില കർഷകനും കിട്ടുകയാണെങ്കിൽ മാത്രമേ ഈ പ്രസ്ഥാനം വിജയിക്കുകയുള്ളൂ. അതില്ലാത്തടത്തോളം പറ്റില്ല. കാരണം കർഷകൻ തൊട്ടതെല്ലാം കുറ്റം. അതുപോലെ കാട് വനം കയ്യേറി, അതുപോലെ വന്യമൃഗങ്ങളെ തൊടാൻ പാടില്ല, കേസുകൾ പലതും. ഒരു ഭാഗത്ത് കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള ആനുകൂല്യം കിട്ടായ്മ, മറുഭാഗത്ത് ഫോറസ്റ്റ് അധികൃതരുടെ, അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും നമ്മൾക്ക് സത്യത്തിൽ കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോത്സാഹനം കിട്ടുന്നില്ല. ഈ മേഖലയിലേക്ക് ചെറുപ്പക്കാർ വരുന്നില്ല. കാരണം അതിൻ്റേതായ ബെനിഫിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്.